ഓം സായിറാം, ജയ് മോഹൻജി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഗുരുലീല ബുക്ക് വായിക്കുകയായിരുന്നു. ഈ ഒരു ബുക്ക് മോഹൻജി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഗുരുലീല, ഫ്ലവേഴ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു മോഹൻജി, ഈ ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഒരു എക്സ്പീരിയൻസ് വായിച്ചപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു എക്സ്പീരിയൻസ് എഴുതിയിരിക്കുന്നത് രേവ ഗുപ്ത എന്ന് പറയുന്ന ഒരു മഹതിയാണ്. അവർ സുമിത് പ്രതാപ് ഗുപ്ത എന്ന് പറഞ്ഞ മോഹൻജിയുടെ കൂടെ 2010 മുതൽ, എനിക്കറിയുന്ന കാലം മുതൽ സുമിത്തും ഉണ്ട് ഗ്രൂപ്പിൽ. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. സുമിത്തിൻ്റെ ഒരു റിലേറ്റീവാണ് ഇത് എഴുതിയിരിക്കുന്ന ഈ ലേഡി. അവരുടെ സ്വദേശം എന്ന് പറയുന്നത് ജമ്മു ആണ്. അപ്പോൾ ഒരുപാട് കാലം രേവ ഗുപ്ത ഒരു ഗുരുവിന് വേണ്ടിയിട്ട് അന്വേഷിച്ചു എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഒരുപാട് നാൾ ഗുരുവിന് വേണ്ടി അലഞ്ഞു. അപ്പോൾ അവസാനം അവർക്കിടെ ആ ഒരു അന്വേഷണങ്ങളെല്ലാം അവർക്ക് ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗുരുവിനെ തിരിച്ചറിയുമല്ലോ നമ്മൾ. അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ ഗുരുവിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു മൊമെൻ്റ് അവർക്ക് തോന്നിയില്ല. അവസാനം അവർ നിരാശയായിട്ട് അവരുടെ ഭർത്താവ് കമാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഈ ഒരു ജന്മത്തിൽ ഗുരുവിനെ കണ്ടെത്താനുള്ള യോഗം ഉണ്ടെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഞാൻ ഈ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നിരാശയായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ രേവ ഗുപ്തയ്ക്ക് 2 ഡോട്ടേഴ്സാണുള്ളത്, 2 പെൺമക്കളാണുള്ളത്, റിച്ചയും കനികയും. അതിൽ മൂത്ത പെൺകുട്ടി റിച്ച വിവാഹം കഴിഞ്ഞ് പൂനെയിലാണ് അക്കാലത്തുള്ളത്. അപ്പോൾ ഒരിക്കൽ റിച്ച അമ്മയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അമ്മയ്ക്ക് അറിയാമോ, നമ്മുടെ സുമിത്തിന്, ഇവരുടെ റിലേറ്റീവാണ് സുമിത്ത്, നമ്മുടെ സുമിത്തിന് ഒരു ഗുരു ഉണ്ട് എന്നുള്ള കാര്യം അറിയാമോ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അറിയില്ല, നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ പറഞ്ഞു, സുമിത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഒരു ഗുരുവിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, മോഹൻജി എന്ന് പറയുന്ന ഒരു ഗുരുവിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം റിച്ച ഈ സുമിത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കൊരു ഗുരു ഉണ്ടോ, സുമിത് ഭായിക്ക് ഒരു ഗുരു ഉണ്ടോ? എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു ഗുരുവിനെ സെർച്ച് ചെയ്യുന്ന കാര്യം അറിയാമോ? അപ്പോൾ എന്തുകൊണ്ടാണ് അവരോട് ഇങ്ങനെ ഒരു ഗുരുവിനെ പറ്റി പറയാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് സുമിത്ത് കൊടുത്ത മറുപടി ഇതാണ്. അതെനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മറുപടിയാണ്. അതായത് അവർക്ക് സമയമായി കാണില്ല, അല്ലെങ്കിൽ അവർ ഗുരുവിനെ പറ്റി അറിയും. നമ്മൾക്ക് ഒരു ഗുരുവിലേക്ക് എത്താനുള്ള സമയമായിട്ടില്ല, നമുക്ക് ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയ യാത്ര തുടങ്ങാനുള്ള സമയമായിട്ടില്ലെങ്കിൽ ഗുരു തൊട്ടടുത്ത് നിന്നാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെയും ഒരു പോളിസി അതാണ്. ഞാൻ ആരോടും ഗുരുവിനെ പറ്റി, എനിക്കിങ്ങനെ ഒരു ഗുരു ഉണ്ടെന്ന് ഒരുപാട് പേർക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഗുരുവിലേക്ക് എത്തിയത്, എന്താണ് ഈ ഗുരുവിനെ കാണാൻ ചെയ്യേണ്ടത്, എന്താണ് ഗുരുവിനെ കണക്ട് ചെയ്യേണ്ടത്, ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നവരോട് മാത്രമേ ഞാൻ മോഹൻജിയെ പറ്റി പറയാറുള്ളൂ. എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവ്സിനോട് പോലും ചിലപ്പോഴൊക്കെ ചില എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നല്ലാതെ നിങ്ങൾ വരൂ, മോഹൻജിയെ കാണൂ, മോഹൻജിയുടെ ഫോളോവർ ആവും, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് ഞാൻ അന്നും ഇന്നും സ്വീകരിക്കുന്ന ഒരു പോളിസിയാണ്. സമയമാവുമ്പോൾ, അവരുടെ സമയമാവുമ്പോൾ അവരെത്തിക്കോളും എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് സുമിത്ത് പറഞ്ഞത്. മാസങ്ങൾ കടന്നുപോയി. അപ്പോൾ റിച്ച ഗർഭിണിയായി, പൂനെയിലാണല്ലോ. അപ്പോൾ ഗർഭിണിയായപ്പോൾ അമ്മയ്ക്ക് മകളുടെ അടുത്തേക്ക് ചെല്ലണം തോന്നി. അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ മുതൽ റിച്ചയ്ക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞു ഡോക്ടേഴ്സ്. അതിൻ്റേതായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം റിച്ചയ്ക്ക് അനുഭവപ്പെട്ട് തുടങ്ങി, ഒരു ഗർഭിണിയുടേതായ ആവശ്യതകളൊക്കെ. അപ്പോൾ സുമിത്തിനോട് ഇതിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ സുമിത്ത് പറഞ്ഞു, മോഹൻജി എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മുടെ മൈത്രിയുടെ ഒരു രീതിയെപ്പറ്റി സുമിത്ത് റിച്ചിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു മൈത്രി ഹീലർ ഉണ്ട് മോഹൻജിയുടെ, മനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പൂനെയിലാണുള്ളത്. അപ്പോൾ പൂനെയിൽ നേരിട്ട് വന്ന് അദ്ദേഹം നിങ്ങൾക്ക് മൈത്രി തരും എന്ന് റിച്ചയെ പറഞ്ഞ് സുമിത്ത് സമാധാനിപ്പിച്ചു. അതുപ്രകാരം റിച്ചയുടെ വീട്ടിൽ മനീഷ് വരികയും റിച്ചയ്ക്ക് മൈത്രി നൽകുകയും ചെയ്തു. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പ്രത്യേക സ്പോട്ടിലിരുന്ന്, അതായത് ഒരു പാസേജിലിരുന്നിട്ടാണ് ഈ മൈത്രി ഹീലിംഗ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ റിച്ചയ്ക്ക് വളരെ വ്യത്യാസം വന്നു, ആ എനർജി ലെവൽ തന്നെ മാറി. അപ്പോൾ അന്നാണ്, അതിന് ശേഷമാണ് റിച്ചയുടെ മാതാവ് രേവ ഗുപ്ത അവിടെ എത്തുന്നത്. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പം അവർ അവിടെ നിൽക്കുന്ന സമയത്ത് അവർ വളരെ ടയേർഡായിട്ടാണ് ജമ്മുവിൽ നിന്ന് പൂനെയിലേക്കുള്ള യാത്ര. അവർക്ക് പ്രായമായതിൻ്റെ ഒരു അസ്വസ്ഥതകളും യാത്രയുടെ അസ്വസ്ഥതകളൊക്കെ ഇട്ട് വളരെ ക്ഷീണിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഈ ഒരു പാസേജിൽ, അവരുടെ വീട്ടിലെ ഒരു പാസേജിൽ ഒരു ഇടനാഴിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മൈത്രി കൊടുത്തിട്ടുണ്ടായിരുന്നത് മനീഷ്.
അപ്പോൾ അവിടെ അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കാറ്റ് അനുഭവപ്പെട്ടു, ഒരു നല്ല ബ്രീസ്, ഒരു ഇളം കാറ്റ്. അത് വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അവർ മകളോട് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി ഇവിടെ കിടന്നോളാം, ഈ ഒരു ഇടനാഴിയിൽ കിടന്നുറങ്ങിക്കോളാം എന്ന് പറയുകയും അവിടെ താഴെ തന്നെ ബെഡ് അറേഞ്ച് ചെയ്തിട്ട് അവരവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ അവർക്ക് അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു ബ്രീസ് അവർക്ക് അനുഭവപ്പെടുകയും വളരെ നല്ലൊരു എനർജി ഫീൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും അവർ പറയുന്നത് അവരൊരു പ്രഭാതത്തിൽ ഉണർന്നു വരുന്ന ഒരു പുഷ്പത്തിൻ്റെ അത്രയും, ആ ഒരു പൂവിൻ്റെ അത്രയും ഫ്രഷായിട്ടാണ് അവർ ഉണർന്ന് എഴുന്നേറ്റ് വന്നത്. പ്രഭാതത്തിലെ ഒരു പൂവ് വിടർന്നു വരുന്നത് പോലെ അത്രയും ഫ്രഷായിട്ട് അവർ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അവർക്ക് അത് വളരെ ഒരു ആശ്ചര്യകരമായി തോന്നി. ആ ഒരു സ്ഥലത്തിന്, ആ ഒരു പ്രത്യേക സ്പോട്ടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ മകളോട് ചോദിച്ചു, ഈ ഒരു സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവർ മകളോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ റിച്ചിയോട് ചോദിച്ചു, മോളെ ഈ ഒരു സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഈ ഒരു പ്രത്യേക സ്പോട്ടിന്? അപ്പോൾ മോള് ചോദിച്ചു എന്താണ് കാര്യം. അപ്പോൾ പറഞ്ഞു, എനിക്കിവിടെ കിടന്നതോടുകൂടി എൻ്റെ യാത്രയുടെ ക്ഷീണവും എല്ലാം മാറി നല്ല ഉന്മേഷം തോന്നി, വളരെ നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു പ്രത്യേക സ്ഥലത്ത് കിടന്നപ്പോൾ. അപ്പോൾ മകൾ പറഞ്ഞു, ആ സ്ഥലത്തിന് വേറെ പ്രത്യേകതയൊന്നുമില്ല, പക്ഷെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഇന്നലെ മനീഷ് എന്ന് പറയുന്ന മോഹൻജിയുടെ ഒരു ഫോളോവറിൻ്റെ കയ്യിൽ നിന്ന് മൈത്രി സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ റിച്ചേഴ്സ് ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഓ, മോഹൻജിയുടെ ഫോളോവർ, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യന് ഇത്രത്തോളം എനർജി, നല്ലൊരു എനർജി കൊടുക്കാൻ പറ്റുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ എനർജിക്ക് ഇത്രയും ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ ഗുരു എത്രമാത്രം പവർഫുൾ ആയിരിക്കും. ഒരു ശിഷ്യന് ഇത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരു എത്രത്തോളം പവർഫുൾ ആയിരിക്കും. അത് വളരെ ആശ്ചര്യമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ തന്നെ ആ മനസ്സ് അവിടെ ഉടക്കി മോഹൻജിയുടെ ഒരു അടുത്തേക്ക് ചെന്നു. അതിനുശേഷം അവർ തിരികെ ജമ്മുവിലേക്ക് പോന്നു. പക്ഷേ അവിടെ വെച്ച് തന്നെ, അതായത് പൂനെയിൽ വെച്ച് തന്നെ മനസ്സുകൊണ്ട് അവർ മോഹൻജിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതായത് എല്ലാ ദിവസവും മോഹൻജിയുടെ പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അതിനുശേഷം അവർ മകളുടെ അടുത്തുനിന്ന് തിരികെ ജമ്മുവിലേക്ക് പോയിട്ടും ദിവസവും മോഹൻജിയുടെ പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ഒരു ശീലം അവർ ഉപേക്ഷിച്ചില്ല. അങ്ങനെ മോഹൻജിയെ മനസ്സുകൊണ്ട് ഗുരുവായി സ്വീകരിച്ചിരുന്നെങ്കിലും ഈ രേവ ഗുപ്തയുടെ മനസ്സിൽ അപ്പോഴും സംശയങ്ങളുണ്ടായിരുന്നു. ഇത് തന്നെയാണോ ഗുരു? അതായത് ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് സ്വീകരിച്ചാൽ മതി എന്ന് മോഹൻജി പറയാറുണ്ട്. കാരണം ഒരു ഗുരുവിനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡൗട്ട്സ് ഒന്നുമില്ലാതെ ഫോളോ ചെയ്യണം. ഇത് ഇപ്പോൾ പലരും കാണിക്കുന്ന പോലെ ഒരു ഗുരുവിൻ്റെ അടുത്ത് കുറച്ച് നാൾ നിന്നു, പിന്നെ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് കുറച്ച് നാൾ പോയി, പിന്നെ വേറൊരു ഗുരുവിനെ കണ്ട് ഒരു ഗുരുവിനെ മാറ്റി മാറ്റി കളിച്ചാൽ അതിലൊരു പ്രയോജനമില്ല. നിങ്ങൾ നല്ലപോലെ ആലോചിച്ചോളൂ. നിങ്ങൾക്ക് പ്രൂഫ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചാൽ മതിയെന്ന് മോഹൻജി പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ റിച്ച ഗുപ്തയ്ക്ക് അപ്പോഴും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഈ മോഹൻജിയെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ തീരുമാനമെടുത്തത് ഒരു ശരിയായ തീരുമാനമായിരുന്നോ, തൻ്റെ പാത ശരിയായ പാതയായിരുന്നോ എന്നൊക്കെ അവർക്ക് ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു ദിവസം അവർ ആ ഒരു മനസ്സോടുകൂടി പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അവർ പൂജാ റൂമിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വേറെ ആരുമില്ല. അവർ ഉറക്കം മോഹൻജിയോട് ചോദിച്ചു, മോഹൻജി, അങ്ങ് ശരിയായ ഗുരുവാണെങ്കിൽ, അങ്ങ് ഒരു ട്രൂ ഗുരുവാണെങ്കിൽ, എൻ്റെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്കതിന് ശക്തമായ ഒരു തെളിവ് തരുമെന്ന് പറഞ്ഞു. അവർ ആ പറഞ്ഞ് തീർന്ന ആ നിമിഷത്തിൽ ഇരുന്ന ചെയർ വളരെ ശക്തിയായിട്ട് ആരോ പിടിച്ച് കുലുക്കുന്നത് പോലെ ഒന്ന് കുലുങ്ങി. അപ്പോൾ അവർക്ക് ഒരു തെളിവ് കിട്ടിയ പോലെ തോന്നിയെങ്കിലും മനസ്സിൻ്റെ ശക്തി അതിലും ഭയങ്കരമാണ്. സംശയിക്കാനുള്ള മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അധികമാണ്. അപ്പോൾ വീണ്ടും മനസ്സ് സംശയിച്ച് തുടങ്ങി, ഓ, ഇത് ശരിക്കും വല്ല യാദൃശികമായിട്ട് സംഭവിച്ചതായിരിക്കാനേ വഴിയുള്ളൂ. അപ്പോൾ അവർ വീണ്ടും മോഹൻജിയോട് പറഞ്ഞു, മോഹൻജി, ഇതല്ല, എനിക്ക് കുറച്ചും കൂടെ ശക്തമായ ഒരു തെളിവ് വേണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തീരിലും ആരോ ചുമയ്ക്കുന്ന ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അവർ വിചാരിച്ചു, ഓ, ഇത് കുറച്ചും കൂടെ സോളിഡായിട്ടുള്ളൊരു തെളിവാണല്ലോ. നെക്സ്റ്റ് മൊമെൻറ്റ് വീണ്ടും മൈൻഡ് സംശയിച്ചു തുടങ്ങി, ഇത് എനിക്ക് തോന്നിയതായിക്കൂടെ, യാദൃശ്ചികമല്ലേ എന്ന്. മൂന്നാമതും അവർ മോഹൻജിയോട് പറഞ്ഞു, മോഹൻജി, എനിക്ക് ഇങ്ങനത്തെ തെളിവുകളൊന്നും അല്ല വേണ്ടത്, അങ്ങ് ശരിയായ ഒരു പവർഫുൾ മാസ്റ്റർ ആണെന്നും അങ്ങ് എൻ്റെ മാസ്റ്റർ ആണെന്നുള്ളതിന് ഒരു ശക്തമായിട്ടുള്ളൊരു തെളിവ് എനിക്ക് വേണം എന്ന് പറഞ്ഞു തീരിലും
അവരുടെ മുമ്പിൽ മോഹൻജി പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് അവർക്ക് മോഹൻജിയുടെ ഒരു ട്രൂ വിഷൻ കിട്ടുകയാണ്. മോഹൻജി പത്മാസനത്തിൽ ഇരുന്ന് ധ്യാനിക്കുന്ന, കാവി വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കുന്ന മോഹൻജിയുടെ ആ ഒരു ദർശനം അവർക്ക് ജമ്മുവിൽ കിട്ടി. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവർ കുറച്ചു നേരം അന്താളിച്ച് നിന്നുപോയി. പക്ഷേ അവർ പെട്ടെന്ന് കുറച്ച് നിമിഷം ആ ഒരു ദർശനം കിട്ടിയതിന് ശേഷം ആ രൂപം മാഞ്ഞുപോയി. അതോടുകൂടി രേവ ഗുപ്തയുടെ ആ ഒരു സംശയമെല്ലാം മാറി. അതൊരു എന്താ പറയുക, ഒരു പോയത്തിലൂടെയാണ്, അതൊരു കവിതയിലൂടെയാണ് അത് ആ ഒരു ഗുരുലീലയിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഗുരുവേ, ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും സംശയിച്ചിരുന്നു, പക്ഷെ അങ്ങയുടെ സ്നേഹം കൊണ്ട്, അങ്ങയുടെ അൺകണ്ടീഷണൽ ലവ് കൊണ്ട് അങ്ങ് എൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് മനോഹരമായിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രേവ ഗുപ്ത മോഹൻജി ഫാമിലിയിലേക്ക് വരുന്നതും മോഹൻജിയെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നതും. ഇതുകൂടാതെ മറ്റൊരു അനുഭവം കൂടെ രേവ ഗുപ്ത ഷെയർ ചെയ്തിട്ടുണ്ട്. അത് തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പേടി, ആ ഒരു ഭയം മോഹൻജി എങ്ങനെ ഇല്ലാതെയാക്കിയെന്നാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് 2014, 2015 ആ കാലഘട്ടങ്ങളിൽ നടന്ന ഒരു കാര്യമാണ്. ജമ്മുവിൽ വെച്ചിട്ട് മോഹൻജിയുടെ ഒരു റിട്രീറ്റ് നടക്കുകയുണ്ടായി. അപ്പോൾ ഇവർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. റിട്രീറ്റിൻ്റെ അവസാനം അവർ കത്രയിൽ നിന്ന് വൈഷ്ണവ ദേവി ക്ഷേത്രം ഉണ്ടല്ലോ, മലമുകളിലെ ഒരു ക്ഷേത്രമാണ്. അവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് കുത്തനെയുള്ള ഒരു കയറ്റാണ്. ഒന്നുകിൽ നമുക്ക് കുതിരപ്പുറത്താണ് അവിടേക്ക് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വേണം. അപ്പോൾ അവിടെ പലപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ എല്ലായ്പ്പോഴും ഒന്നും അവിടേക്ക് പോകാൻ പറ്റില്ല, വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക്. കാരണം മഞ്ഞുണ്ടെങ്കിൽ, അന്തരീക്ഷത്തിൽ മഞ്ഞുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിന് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുതിരപ്പുറത്ത് പോകൽ മാത്രമാണ്. അപ്പോൾ ഈ റിട്രീറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ രേവ ഗുപ്തയ്ക്ക് ഭയങ്കര ഭയമാണ് കുതിരപ്പുറത്ത് കയറാനായിട്ട്. അവർക്ക് വളരെ കാലമായിട്ട് തന്നെ കുതിരകളെ വളരെ ഭയമാണ്. കുതിരപ്പുറത്ത് പോകാനായിട്ട് അവർക്ക് ഭയങ്കര ഭയമാണ്. അപ്പോൾ ബാക്കി എല്ലാവരും കുതിരപ്പുറത്ത് പോകാൻ തീരുമാനിച്ചു. കാരണം ആ റിട്രീറ്റ് കഴിഞ്ഞ ദിവസം കടുത്ത മഞ്ഞാണ്. അപ്പോൾ എന്താ പറയുക, മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നത് കൊണ്ട്, ഒരു ഫോഗ് ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ പോകുക എന്നുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കുതിരപ്പുറത്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കുതിരപ്പുറത്ത് കയറാനുള്ള ഭയം കൊണ്ട് രേവ ഗുപ്തയും മറ്റൊരു സ്ത്രീയും കൂടെ ഒരുപാട് നേരം കാത്തിരുന്നു. രേവ ഗുപ്തയുടെ ഭർത്താവ് ഉൾപ്പെടെ മറ്റെല്ലാവരും കുതിരപ്പുറത്ത് കയറി വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. അവസാനം വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെയായപ്പോൾ രേവ ഗുപ്തയും സുഹൃത്തും കൂടെ കുതിരപ്പുറത്ത് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവരെന്നിട്ട് ആ കുതിരക്കാരന് കുറച്ച് കൈക്കൂലിയൊക്കെ വാഗ്ദാനം ചെയ്തു. ഞങ്ങൾക്ക് സ്മൂത്തായിട്ട്, ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുകളിൽ എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ എക്സ്ട്രാ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പൊക്കെ ഇട്ടിട്ട് അവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ ചെന്ന് അന്ന് രാത്രി മോഹൻജിയുടെ എന്താ പറയുക സത്സംഗത്തിനൊക്കെ ഇരിക്കുമ്പോൾ രേവ ഗുപ്ത പറഞ്ഞു, മോഹൻജി, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ ഭയം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് കുതിരപ്പുറത്താണ് വന്നത്. പക്ഷെ തിരിച്ച് ഞാൻ എന്തായാലും ഹെലികോപ്റ്ററിനെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ കുതിരപ്പുറത്തൊന്നും താഴേക്ക് വരില്ല. നാളെ ഞാൻ എന്തായാലും ഹെലികോപ്റ്ററിനെ താഴേക്ക് വരുള്ളൂ. അപ്പോൾ മോഹൻജി അവരോട് പറഞ്ഞു, നമ്മൾ നാളെ 4 കാലുള്ള ഹെലികോപ്റ്ററിൽ തന്നെയാണ് താഴേക്ക് പോകാൻ പോകുന്നത്. നിങ്ങളുടെ ഭയത്തിൻ്റെ പകുതിയല്ലേ പോയിട്ടുള്ളൂ, ബാക്കി പകുതി പോയിട്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് തോന്നി നാളെയും എനിക്ക് കുതിരപ്പുറത്ത് തന്നെ പോകേണ്ടി വരുമായിരിക്കുന്നു. പക്ഷെ അവരത് മറന്നുപോയി, അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിറ്റേ ദിവസം അവർ വൈഷ്ണവീദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുമ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ അവർ വിചാരിച്ചു തിരിച്ച് പോകാനായിട്ട് ഹെലികോപ്റ്ററിന് പോകാൻ പറ്റുമെന്ന്. അവർ ഹെലിപാഡിലേക്ക് ചെന്ന് ആ നിമിഷം വീണ്ടും അവിടെ എല്ലാം മഞ്ഞ് മൂടി. അപ്പോൾ ഹെലികോപ്റ്ററിന് പോകാൻ പറ്റില്ല, വേറെ ഒരു മാർഗവും ഇല്ല. എല്ലാവരും കുതിരപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ കുതിരയിൽ കയറി തിരിച്ചു പോരുന്ന വഴിക്ക് ഈ 2 കുതിരകൾ സൈഡ് ബൈ സൈഡായിട്ട് പോകുന്നു. തൊട്ടടുത്ത് തന്നെ മോഹൻജിയുടെ കുതിരയുണ്ട്. എന്താ പറയുക, അബദ്ധവശാല അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയൊരു അപകടം രേവ ഗുപ്തയ്ക്ക് സംഭവിച്ചു. അതായത് അവരുടെ കാല് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്നവരുടെ ആ കാലുമായിട്ട് ഒരസണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ മുട്ടിന് ഭയങ്കരമായിട്ട് വേദന വന്നു. മുട്ടിനാണ് അത് ബാധിച്ചത്. കുതിരപ്പുറത്ത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ ഇവരുടെ മുട്ടിന് അസഹ്യമായ വേദന ഉണ്ടായിരുന്നു.
അപ്പോൾ ചിലപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും എന്നവർ വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മിറക്കുലസ് ആയിട്ട്, അവർ പറയുന്ന ഒരു മിറക്കിൾ തന്നെയാണ്, ആ വേദന, മുട്ടിൻ്റെ വേദന അങ്ങനെ തന്നെ അപ്രത്യക്ഷമായി. കുറച്ച് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പിൽ അവരൊന്ന് നിർത്തി, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇവരുടെ മുട്ടിന് നല്ലപോലെ ഒരു ഇടി കിട്ടിയതാണ്, പക്ഷെ ഒരു പ്രശ്നവും ഇല്ല. അവർ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി സ്മൂത്തായിട്ട് നടക്കുന്നു. അവർ നോക്കിയപ്പോൾ മോഹൻജി വളരെ ബുദ്ധിമുട്ടിയിട്ട് നടക്കുകയാണ്. മുട്ടിൻ്റെ വേദനയുള്ള പോലെ മോഹൻജി ഞൊണ്ടി ഞൊണ്ടി ബുദ്ധിമുട്ടി നടക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുട്ടിന് നല്ല വേദന എന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എങ്ങനെയാണ് അവരുടെ മുട്ടിൻ്റെ, രേവാ ഗുപ്തയുടെ ആ മുട്ടിൻ്റെ വേദന മാറിയതെന്ന്. അത് തന്നെ മനസ്സിലാവാൻ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വലതു ഭാഗത്തെ കാലിനാണ് ആ ഇഞ്ചുറി ഉണ്ടായിരുന്നത് മുട്ടിന്. അതേ ഭാഗത്ത്, അതായത് വലത്ത് കാല് വലിച്ചു വെച്ച് തന്നെയാണ് മോഹൻജിയും നടക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ വേദന മോഹൻജി എടുത്തതാണെന്ന്. അപ്പോൾ അവർ മോഹൻജിയോട് ചോദിച്ചു എന്തിനാണ് അങ്ങ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ വേദന എന്തിനാണ് അങ്ങ് എടുത്തതെന്ന് പറഞ്ഞപ്പം മോഹൻജി പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്കത് 8 ദിവസം സഹിക്കേണ്ടി വരും, പക്ഷേ എനിക്കാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് ആ വേദന ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അതാണ് ഒരു ഗുരുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഗുരു തൻ്റെ ശിഷ്യരുടെ കർമ്മങ്ങൾ ഏറ്റെടുക്കുന്ന ചില അപൂർവം സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈ കണ്ടത്. അപ്പോൾ അങ്ങനെ രേവാ ഗുപ്തയ്ക്ക് ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. അവർ പിന്നെയും കുറച്ച് എക്സ്പീരിയൻസും കൂടി എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ യോഗ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സഞ്ജയ് സാർ എന്ന് പറയുന്ന അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ യോഗ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ ഡീപ്പ് ബ്രീത്ത്, അതായത് അവർ രണ്ടുപേരുമല്ല, ആദ്യം സഞ്ജയ് സാർ പറഞ്ഞു രേവാ ഗുപ്തയായിരിക്കും ഇത്രയും ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ അവരെ നിഷേധിച്ചു, കാരണം അവർ അത്രയും ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്ന സൗണ്ടൊന്നുമില്ല. അവർ വിചാരിച്ച് സഞ്ജയ് സാർ ആയിരിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരുമല്ല, മൂന്നാമതൊരു സൗണ്ടാണ് അവരവിടെ കേട്ടത്. അപ്പോഴാണ് അവർക്കത് മനസ്സിലായത് മോഹൻജി അവിടെ പ്രസൻ്റ് ആണ് എന്നുള്ളത്. പിന്നെ മോഹൻജിക്ക് ഒരു ഹഗ് കൊടുക്കാനായിട്ട് ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു. മോഹൻജി അന്ന് ഫോറിൻ ടൂറിലായിരുന്നു. മോഹൻജിക്ക് ഒരു ഹഗ് കൊടുക്കണം, മോഹൻജിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നൊരു ആഗ്രഹം അവർക്ക് തോന്നി. അപ്പോൾ അവർ പൂജാമുറിയിലിരുന്ന് കരഞ്ഞു. മോഹൻജി ഐ മിസ് യു സോ മച്ച് എന്ന് പറഞ്ഞ് കരയായിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ അവരുടെ ചെറുമകൻ, മകളുടെ മകൻ അദ്വൈത് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി പെട്ടെന്ന് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഇറങ്ങി വരികയും ഓടി വന്ന് അമ്മമ്മയെ കെട്ടിപ്പിടിക്കുകയും അമ്മമ്മയ്ക്ക് ഉമ്മ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സാധാരണ അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവർ പ്രാർത്ഥിച്ച് കരഞ്ഞ ഉടനെ തന്നെ അങ്ങനെ ആ കുട്ടി ഓടി വന്ന് അമ്മമ്മയെ കെട്ടിപ്പിടിച്ചതായിട്ടൊരു അനുഭവം എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ എന്താ പറയുക, ഇപ്പോഴത്തെ മോഹൻജിയുടെ ഫോളോവേഴ്സിന് അറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വഴിക്ക് ഗുരു അത് സാധിച്ചു തരും. ഗുരുവിൻ്റെ ആ ഒരു പ്രസൻസ് പല രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങൾ രേവാ ഗുപ്ത എഴുതിയിട്ടുണ്ട്. മോഹൻജിയുടെ ആ ഓംനി പ്രസൻസ്, പരബ്രഹ്മ സ്വരൂപം കാട്ടിത്തരുന്ന ഒരുപാട് എക്സ്പീരിയൻസ് രേവാ ഗുപ്ത എഴുതിയിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് അത് മിറാക്കുലസ് ആയിട്ട് മോഹൻജി സാധിച്ചു കൊടുത്തത് എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു എക്സ്പീരിയൻസ്, ഒരിക്കലും അവരുടെ വീട്ടിൽ വെച്ച് ഒരു യാഗം നടക്കുകയുണ്ടായി. ആ യാഗം കഴിഞ്ഞപ്പോൾ ഇവർ വളരെ സ്റ്റില്ലായിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ആ യാഗം നടത്തിയ അദ്ദേഹം പറഞ്ഞപ്പോഴേക്കും ഇവർക്ക് കാരണമില്ലാതെ ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരുന്നു. ഒരു പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനറിയില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. പിറ്റേ ദിവസം അവർ മൊബൈൽ തുറന്നു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കോസ്ലെസ് ലാഫ്റ്റർ. നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ സന്തോഷം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്ലിസ് എന്നാണ്. ആ ഭഗവാന്റെ ആനന്ദം നമ്മളിലേക്ക് എത്തിയെന്നുള്ള ആണ് അതിൻ്റെ കാരണം. നമ്മുടെ ഹാർട്ട് പെട്ടെന്ന് എക്സ്പാൻഡ് ആവുക, ഒരു കോസ്ലെസ് ജോയ് നമുക്ക് തോന്നുക. നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഭയങ്കര ചിരി വരിക, സന്തോഷം വരിക, ഇതൊക്കെ ബ്ലിസ്, ഭഗവാന്റെ ആ ഒരു അൺകണ്ടീഷണൽ നേച്ചർ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ രേവാ ഗുപ്ത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 2-3 എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഗുരുവിലേക്ക് എത്താനായിട്ട് നമ്മൾ കുറച്ച് സമയമെടുത്ത് തന്നെ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. നിങ്ങൾക്ക് ആ ഗുരുവിനെ പരീക്ഷിക്കണമെങ്കിൽ പരീക്ഷിക്കാം. ഗുരു അനുഭവങ്ങൾ തരും. പക്ഷെ വൺസ് നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക. കാരണം ഒരു ഗുരുവിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഗുരുമണ്ഡലത്തിൻ്റെ ഗ്രേസ് നമുക്ക് പിന്നെ കിട്ടില്ല. ഗുരുമണ്ഡലം എന്ന് പറയുന്നത് യുണീക്കായിട്ടാണ്, അതായത് ഒരു യുണൈറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ഗുരുവും യുണീക്കാണ്. നമുക്ക് ഒരു ഗുരുവിനെ ഫോളോ ചെയ്യുന്നവർക്ക് മറ്റൊരു ഗുരുവിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോ മാർഗവും വ്യത്യസ്തമാണ്. പക്ഷേ ഗുരുമണ്ഡലത്തിൻ്റെ ഒരു ഗ്രേസ് ഉണ്ട്, ഗുരുതത്വം എന്നൊന്നുണ്ട്.
അപ്പോൾ അത് ഇങ്ങനെ ഗുരുവിനെ മാറി മാറി കളിക്കുന്നവർക്ക് ആ ഗുരുമണ്ഡലത്തിൻ്റെ ഗ്രേസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഒരു ഗുരുവിൽ വിശ്വസിച്ചാൽ മതി. ആ ഗുരുവിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്തത്. ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.